ഈ ദീനീ പ്രബോധകരെ പറ്റി കേരളത്തിൽ ഇപ്പൊ പറയുന്ന ആളുകൾ എന്താ പറയുന്നതെന്നറിയോ? അവര് മോശക്കാരെന്നോ, അവര് കള്ളു കുടിക്കുന്നെന്നോ, അവര് വ്യഭിചരിക്കുന്നെന്നോ, അവര് ശിർക്ക് ചെയ്യുന്നെന്നോ ഒന്നും പരാതിയില്ല. അതൊന്നും പ്രശ്നമല്ല, അതൊന്നും പറയുന്നുമില്ല. പക്ഷെ അവര് പറയുന്നത് എന്താ? നിങ്ങൾക്ക് ശരീരം അനങ്ങാതെ പൈസ കിട്ടുന്നു, ശരീരം അനങ്ങാതെ ഭക്ഷണം കിട്ടുന്നു, അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടോ. നല്ല സമയത്ത് പഠിക്കണമായിരുന്നു, നല്ല സമയത്ത് പഠിക്കണമായിരുന്നു. അന്ന് പഠിക്കാൻ നീ തയ്യാറായില്ല, അതിന്റെ കുഴപ്പമല്ലേ? കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആലിമീങ്ങൾ, ഇരിക്കുന്ന ആലിമീങ്ങളൊക്കെ ചൊറിയും കുത്തി പഠിച്ചവരാണ്. 8 കൊല്ലം പള്ളി ദറസിലും 2 വർഷം യൂണിവേഴ്സിറ്റികളിലും പഠിച്ച ഈ പണ്ഡിതന്മാര്, വാപ്പാക്ക് വയറുവേദന വന്നാൽ ഉസ്താദ് വിടൂല, ഉമ്മാക്ക് ഊരവേദന വന്നാൽ ഉസ്താദ് വിടൂല, പെങ്ങൾക്ക് പ്രസവവേദന വന്നാൽ ഉസ്താദ് വിടൂല, ആ സമയത്ത് കല്യാണങ്ങൾ വന്നാൽ വിടൂല. അച്ചടക്കത്തോടെ പള്ളി ദറസുകളിലും അറബി കോളേജുകളിലും എല്ലാം ക്ഷമിച്ചും സഹിച്ചും പൊറുത്തും ഒക്കെ പഠിക്കുന്ന പാവപ്പെട്ട പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാര് അവസാനം ആദ്യം കൈക്കും പിന്നെ മതിരിക്കുമെന്ന് പറഞ്ഞ് പള്ളി ദറസുകളിൽ നമ്മളെ ഉസ്താദുമാർ ഉപദേശിക്കാറുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് വല്ലാത്ത കയ്പാണിത്, പക്ഷെ മക്കളെ, നിങ്ങൾക്ക് മതിരിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. ഈ സമൂഹത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോ, ഉസ്താദെ ഞങ്ങൾ കൊണ്ടുപോകാം ഭക്ഷണം കഴിക്കാൻ, ഉസ്താദെ ഞങ്ങൾ കൊണ്ടുപോകാം വെള്ളം കുടിക്കാൻ, ഉസ്താദെ